Take page number 7. Take page number 7. It's your first chapter, right? Okay. Do you know the name of our first chapter? Do you know the name of our first chapter? A smart machine. What is it? Read it. Computer. 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 A smart machine. I'm going to mute everyone. Okay. എന്താ വായിക്ക? Computer, a smart machine. Computer, a smart machine. That is the name of our chapter. Okay. This is our first chapter, right? Last class miss ഒരു video കാണിച്ചായിരുന്നല്ലേ? Do you remember that video? It was about smart machines. അല്ലേ? It was about the machines we use in our house. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന മെഷീൻസിനെ കുറിച്ചായിരുന്നല്ലേ? കമ്പ്യൂട്ടറിനെ കുറിച്ചും അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. Do you remember that video? ഇനി കണ്ടവർക്ക് നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിലെ ലിങ്ക് ഉണ്ട് ട്ടോ. അതിൽ നോക്കിയാൽ മതി. You can see that, okay? Okay. Today we are going to learn about the difference between humans and computer. See, we are human beings, right? In the other hand, there are computers. അപ്പോ ഈ ഹ്യൂമൻ ബീങ്സും കമ്പ്യൂട്ടറും തമ്മിലുള്ള വ്യത്യാസം ഇല്ലേ? നമ്മളെ പോലെയാണോ കമ്പ്യൂട്ടർ? നമ്മൾ കമ്പ്യൂട്ടറിനെ പോലെയാണോ? No. There are differences. അവിടെ ഒരുപാട് കമ്പ്യൂട്ടറും നമ്മളും തമ്മിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട് അല്ലേ? Okay, we are going to learn about that. നമ്മൾ അതൊക്കെ പഠിക്കാൻ പോവാണ്. What are the differences between humans and computers? We are going to learn the differences between humans and computers. Computersum humansum തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പഠിക്കാൻ പോവാണ്. Okay? പഠിക്കാം. Are you ready? Yes. Yes. Okay. What is the first difference? Difference between humans and computer. The first difference. A computer never gets tired. Read it. A computer never gets tired. എന്ന് പറഞ്ഞ എന്താ? കമ്പ്യൂട്ടർ എപ്പോഴേലും എന്താ പറയാ വർക്ക് ജോലി എടുത്തിട്ട് ക്ഷീണിക്കുവോ? ഒരുപാട് ജോലി ചെയ്താൽ നമ്മളെ പോലെ കമ്പ്യൂട്ടർ ക്ഷീണിക്കുവോ? മടുക്കുവോ? No. Computer never gets tired. ഒരിക്കലും ക്ഷീണിക്കില്ല അല്ലേ? കമ്പ്യൂട്ടർ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. But what about us? നമ്മളോ? What about us? Hey, what are you doing? All of you listen here. Listen here. Listen here. Computer ക്ഷീണിക്കില്ല അല്ലേ? And what about humans? നമ്മളോ? നമ്മൾ ഒരുപാട് വർക്ക് ചെയ്ത് എന്താ ചെയ്യാ? We will get tired അല്ലേ? We will get tired. Human gets tired and needs rest. നമുക്ക് ഒരുപാട് പണിയെടുത്ത് കഴിയുമ്പോൾ നമ്മൾ മടുക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് സമയം ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ടേ ആ പണി പിന്നെ ചെയ്യുള്ളൂ അല്ലേ? പക്ഷേ കമ്പ്യൂട്ടർ is not like us. നമ്മളെ പോലെ അല്ല കമ്പ്യൂട്ടർ. Computer never gets tired. But we human gets tired and we need rest. മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റ് എന്താ? Computer never gets tired. But human beings gets tired and needs rest. A human gets tired and needs rest. നിങ്ങൾക്ക് അത് വായിക്കാൻ പറ്റുന്നതാണോ? Can you read it in your textbook? A computer, first, a computer never gets tired.
കമ്പ്യൂട്ടർ ഒരിക്കലും ടയേർഡ് ആവില്ല അല്ലേ? എ ഹ്യൂമൻ ഗെറ്റ്സ് ടയേർഡ് ആൻഡ് നീഡ്സ് റെസ്റ്റ്. കമ്പ്യൂട്ടർ ഒരിക്കലും ടയേർഡ് ആവില്ല, പക്ഷെ ഹ്യൂമൻ ബീങ്സ് നമ്മള് എത്ര വർക്ക് ചെയ്താലും മടുക്കും അല്ലേ? കുറെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ മടുക്കും. അപ്പൊ നമ്മൾ എന്താണ്? വി വിൽ ടേക്ക് റെസ്റ്റ് ആൻഡ് വി നീഡ് റെസ്റ്റ്. ഓക്കെ, അതാണ് ഫസ്റ്റ് ഡിഫറൻസ്. നമ്മളും കമ്പ്യൂട്ടറും തമ്മിലുള്ള ഫസ്റ്റ് ഡിഫറൻസ് അതാണ്. മനസ്സിലായോ? മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദ്യം ചോദിക്കാം, അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നോണേ. ഓക്കെ ഓക്കെ, that's the first point. Second point, computer works very fast. A computer works very fast. Read it. A computer works very fast. എന്താണ് പറയുന്നേ? A computer works very fast. കമ്പ്യൂട്ടർ എങ്ങനെയാ? പതുക്കെയാണോ ജോലി ചെയ്യുന്നേ? സ്ലോയിലാണോ? അല്ല അല്ലേ? നോ, ഇറ്റ് ഈസ് റിയലി ഫാസ്റ്റ്. കമ്പ്യൂട്ടർ ഭയങ്കര ഫാസ്റ്റ് ആണ്. എല്ലാ വർക്കും വളരെ ഫാസ്റ്റ് ആയിട്ട് കമ്പ്യൂട്ടർ ഫിനിഷ് ചെയ്യും. എ കമ്പ്യൂട്ടർ വർക്ക്സ് വെരി ഫാസ്റ്റ്. മനസ്സിലായോ? That is about computer. And what about us? What about human being? What about humans? നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് കമ്പ്യൂട്ടറിന്റെ അത്രയും ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? No. A human cannot work as fast as a computer. A human cannot work as fast as a computer. കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന സ്പീഡിൽ നമുക്ക് പറ്റുമോ? ഇല്ല അല്ലേ? ഇപ്പൊ കമ്പ്യൂട്ടറിനോട് 2+3 എത്രന്ന് ചോദിച്ചാല് പെട്ടെന്ന് 5 എന്ന് ആൻസർ പറയും. നമുക്ക് പക്ഷെ എന്താ, ചിലപ്പോ ഫിംഗേഴ്സ് ഒക്കെ വെച്ച് കൗണ്ട് ചെയ്യേണ്ടി വരും അല്ലേ? കമ്പ്യൂട്ടറിനോട് നമ്മൾ കാൽക്കുലേറ്ററിൽ 2+3 അടിച്ചു കൊടുത്താൽ ഈസിലി ആൻസർ കിട്ടും. പക്ഷെ നമ്മളോ, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? വി വിൽ ടേക്ക് 2 fingers and 3 fingers. Then we will add 1, 2, 3, 4, 5. അപ്പൊ നമ്മൾ കുറെ ടൈം എടുത്തിട്ടല്ലേ ഒരു വർക്ക് ചെയ്യുന്നേ കമ്പ്യൂട്ടറിനെ വെച്ച് നോക്കുമ്പോ. പക്ഷെ കമ്പ്യൂട്ടർ എന്താണ്? നമ്മളെക്കാളും പെട്ടെന്ന് വർക്ക് ചെയ്ത് തീർക്കും. മിടുക്കനാണല്ലേ? Okay. Next point. A computer can store a large amount of information. A computer can store a large amount of information. കുറേ കാര്യങ്ങളില്ലേ കമ്പ്യൂട്ടറിൽ സ്റ്റോർ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റും, കുറേ അധികം കാര്യങ്ങൾ. പക്ഷെ നമ്മൾക്കോ, നമ്മൾ പഠിച്ചതൊക്കെ കുറെ മറന്നുപോയില്ലേ? നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? No. Do you remember those things? No, you don't, right? നിങ്ങൾ കുറെ കാര്യങ്ങൾ മറന്നുപോയല്ലേ? കമ്പ്യൂട്ടറിന് നമ്മൾ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ആ കാര്യങ്ങളെല്ലാം എല്ലാ കാലത്തും അവിടെ ഉണ്ടാവും. അത് ഒരുപാട് കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? കമ്പ്യൂട്ടറിനുണ്ട്. Computer can store a large amount of information. Okay? A computer can store a large amount of information. And what about humans? What about us? Nammalo? What about us? A human can store limited information. A human can store limited information. Limited ആണല്ലേ? കുറച്ചേ പറ്റത്തുള്ളൂ. നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും, പക്ഷെ കമ്പ്യൂട്ടറിന്റെ അത്രയും പറ്റത്തില്ല. വീണ്ടും കമ്പ്യൂട്ടർ തന്നെ അല്ലേ മിടുക്കൻ നമ്മളെക്കാളും അല്ലേ? Yes. Computer can store a large amount of information. ഒരുപാട് കാര്യങ്ങള് ഇപ്പൊ കമ്പ്യൂട്ടറിന് കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടർ സ്റ്റോർ ചെയ്ത് വെക്കും. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുള്ള പകുതി കാര്യങ്ങൾ നമ്മൾ മറന്നു പോവല്ലേ? നമുക്ക് ആ കുറെ കാര്യങ്ങൾ നമ്മൾ മറന്നു പോവല്ലേ? അപ്പൊ ഹ്യൂമൻ ബീങ്സ് എന്താ? ഓൺലി ഹ്യൂമൻ ബീങ്സ് ക്യാൻ സ്റ്റോർ ലിമിറ്റഡ് ഇൻഫർമേഷൻ. കുറച്ച് ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക്. കുഴപ്പമില്ല, പോട്ടെ.
ഇനി അടുത്ത പോയിന്റ് നോക്കാം. കമ്പ്യൂട്ടർ ആണോ നമ്മളാണോ മിടുക്കൻ നോക്കാം. Fourth point, a computer never makes a mistake. A computer never makes a mistake. What about computer? കമ്പ്യൂട്ടർ എന്താ ഒരിക്കലും തെറ്റ് വരുത്തില്ല എന്നാ പറഞ്ഞേ. കമ്പ്യൂട്ടറിന് എന്തെങ്കിലും വർക്ക് കൊടുത്താലുണ്ടല്ലോ അതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും, ഒരു മിസ്റ്റേക്സും വരുത്തൂല. നമ്മളെ പോലെ അല്ല, കമ്പ്യൂട്ടറിന് ഒരു വർക്ക് കൊടുത്തു കഴിഞ്ഞാല് വിത്തൗട്ട് എനി മിസ്റ്റേക്ക് ആ കമ്പ്യൂട്ടർ ആ വർക്ക് ഫിനിഷ് ചെയ്യും. മനസ്സിലായോ? യെസ്, കമ്പ്യൂട്ടർ നെവർ മേക്സ് എ മിസ്റ്റേക്ക്. കമ്പ്യൂട്ടർ ഒരിക്കലും മിസ്റ്റേക്സ് ഉണ്ടാക്കില്ല കേട്ടോ. ബട്ട് വാട്ട് അബൌട്ട് ഹ്യൂമൻ ബീങ്സ്? വാട്ട് അബൌട്ട് ഹ്യൂമൻസ്? എ ഹ്യൂമൻ ക്യാൻ മേക്ക് മിസ്റ്റേക്സ്. നിങ്ങൾ എക്സാമിന് ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ അറിയാതെ തന്നെ തെറ്റിപ്പോവല്ലേ? ആൻസർ നിങ്ങൾ ഉദ്ദേശിച്ച ആൻസർ ആയിരിക്കില്ല ചിലപ്പോ ആ സമയത്ത് എഴുതുക അല്ലേ? എക്സാം കറക്റ്റ് എഴുതിയിട്ട് തെറ്റിപ്പോയിട്ടില്ലേ നിങ്ങൾക്ക് ആൻസേഴ്സ്? അത് നിങ്ങൾക്ക് അറിയാത്ത കൊണ്ടല്ലല്ലോ, ആ സമയത്ത് പെട്ടെന്ന് ഒരു മിസ്റ്റേക്ക് വരുത്തിയതാണല്ലേ. പക്ഷെ കമ്പ്യൂട്ടർ അങ്ങനെ ചെയ്യില്ല. കമ്പ്യൂട്ടറിന് അങ്ങനെ മിസ്റ്റേക്സ്, നമ്മൾ മിസ്റ്റേക്സ് വരുത്തുന്ന പോലെ കമ്പ്യൂട്ടർ വരുത്തില്ല. എന്താ, നമ്മൾ മാത്രമേ മിസ്റ്റേക്സ് അങ്ങനെ വരുത്തുന്നുള്ളൂ. ഓക്കെ, മനസ്സിലായോ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? യെസ്. അപ്പൊ നമ്മൾ ഇതുവരെ കണ്ടതൊന്ന് മിസ് റിവൈസ് ചെയ്യണേ. നമ്മൾ 4 പോയിന്റ്സ് പഠിച്ചു. ഇങ്ങനെ പഠിച്ചുകൊണ്ട് മാത്രം പോയിട്ട് കാര്യമില്ല, നമുക്ക് ഒന്നുകൂടെ നോക്കാം, എന്നാലേ നിങ്ങളുടെ തലയിൽ കയറൂ, കുഞ്ഞു തലയിൽ കയറൂ. ഓക്കെ, ലിസൺ. A computer never gets tired. എന്താ ഫസ്റ്റ് പറഞ്ഞത്? കമ്പ്യൂട്ടർ never gets tired. കമ്പ്യൂട്ടർ ഒരിക്കലും ടയേർഡ് ആവില്ല അല്ലേ? കമ്പ്യൂട്ടർ ഒരിക്കലും മടുക്കൂല. സെക്കൻഡ് പോയിന്റ്, and what about humans? A human gets tired and needs rest. കമ്പ്യൂട്ടറിനെ പോലെയല്ല നമ്മൾ ഒരു ജോലി ചെയ്യാൻ തുടങ്ങിയാല് കുറെ കഴിയുമ്പോ നമ്മൾ മടുക്കും. മടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ റെസ്റ്റ് എടുക്കും അല്ലേ? പക്ഷെ കമ്പ്യൂട്ടറിന് നമ്മളെ പോലെ മടുക്കൂല, റെസ്റ്റും വേണ്ട. ഓക്കെ, സെക്കൻഡ് പോയിന്റ്, കമ്പ്യൂട്ടർ വർക്ക്സ് വെരി ഫാസ്റ്റ്. കമ്പ്യൂട്ടർ വർക്ക്സ് വെരി ഫാസ്റ്റ്. കമ്പ്യൂട്ടർ എന്താണ്? ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഒരു കാര്യം കൊടുത്താല് വിത്തിൻ സെക്കൻഡ്സ് അത് ഫിനിഷ് ചെയ്യും അല്ലേ? പക്ഷെയോ ഇപ്പൊ അമ്മയോ ടീച്ചറോ കോപ്പി എഴുതാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ എത്ര സമയം കൊണ്ടാ അത് ഫിനിഷ് ചെയ്യാ? കുറെ സമയം എടുക്കല്ലേ? മടി പിടിച്ചിരിക്കും, ഇപ്പൊ എഴുതുന്നില്ല പിന്നെ എഴുതാന്ന് പറഞ്ഞിരിക്കും അല്ലെ നിങ്ങള്? അല്ലെങ്കിൽ കുറച്ച് ഒരു 2 lines 3 lines എഴുതി വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് പോവില്ല അല്ലേ? പക്ഷെ കമ്പ്യൂട്ടർ നമ്മളെ പോലെ അല്ല കേട്ടോ. പെട്ടെന്ന് ഒരു വർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യും. നിങ്ങളും കമ്പ്യൂട്ടറിനെ പോലെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പഠിക്കണേ. ഐ മീൻ ഹോംവർക്ക് ഒക്കെ തരുന്നത് കമ്പ്യൂട്ടറിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, a computer works very fast. A human cannot work fast as a computer. Okay, ഹ്യൂമൻസിന് കമ്പ്യൂട്ടറിനെ പോലെ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് പോയിന്റ്,